മാർക്കറ്റിൽ നിന്ന് ഏത് സൺഫ്ലവർ ഓയിലായാലും നിങ്ങൾ വാങ്ങരുത് കേട്ടോ. കാരണം കൊടിയ വിഷമാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. കാരണം ഈ കാണുന്ന സീഡിന്റെ വില എന്ന് പറഞ്ഞാൽ 70 രൂപയ്ക്കാണ് വില വരുന്നത്. ആ സ്ഥാനത്ത് 1 കിലോ സൺഫ്ലവർ ഓയിലിന്റെ വില എത്ര അറിയോ? 150 രൂപയുള്ളൂ. അതെങ്ങനെയാ നമുക്ക് തരുന്നു? പറഞ്ഞു വിശ്വസിക്കുവോ? നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നമായ ക്രൂഡ് ഓയിൽ ഉണ്ടല്ലേ, അത് പ്യൂരിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ദ്രാവകമുണ്ട് എന്ന് വെച്ചാൽ സ്മെല്ലോ ഒന്നും കാണില്ല. അത് ഈ പറഞ്ഞ സൺഫ്ലവർ ഓയിലിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് തരുന്ന പറയുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഇങ്ങോട്ട് ഓടി വരാവോ കുറച്ച്? ആ, നമ്മൾ തമിഴ്നാട് യാത്ര ചെയ്തപ്പോ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ലല്ലേ? ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തോട്ടം കണ്ടു, പക്ഷെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം നമുക്ക് അവിടെ ഒരു ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് എവിടെ നിൽക്കും അറിയാം. അവന്റെ കയ്യെക്കാട്ടി വലുതാട്ടോ. കണ്ടോ, ഇലയിട്ട് പൊങ്കൽ വിളമ്പി, സാമ്പാറ്, അതിനകത്ത് ചട്നി, ചമ്മന്തി, പിന്നെ നെയ്യ്, പിന്നെ ഒരു സ്വീറ്റ്. എല്ലാവരും ചേർത്ത് ഞങ്ങൾ ഈ ഇദ്ദേഹത്തിന്റെ അമ്മ നമുക്ക് രാവിലെ ആഹാരം തന്നത്. നമ്മളെ തമിഴ്നാട്ടിലെ അടിപൊളി ഒരു ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ്, തൂത്തുക്കുടി മാവട്ടത്തില്. എവിടെയായിരുന്നു? കോവിൽപ്പെട്ടി പക്കത്തില് ബാലകൃഷ്ണപുരം. അടിപൊളി. നമുക്ക് സ്ഥലം അങ്ങനെ വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോവും. ഇവര് ഇവിടുത്തെ ഗ്രാമത്തിലെ ആൾക്കാരാണ്, ഇവരിവിടുത്തെ ഫാമേഴ്സ് ആണ്. അടിപൊളിയായിട്ട് കൃഷി ചെയ്യും. നമ്മൾ ഇവരുടെ കുറെ വീഡിയോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. വഴിയെ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എല്ലാം ഒന്നിനൊന്നും ബെറ്റർ ആണേ. വേറെ എന്തൊക്കെ പറയാനുണ്ട് ഗ്രാമത്തെ പറ്റി? கிராமத்தை வந்து நம்ம டெம்பிள் பக்கத்துல வந்து நம்ம பெருமாள் கோவில் டெம்பிள் இருக்கு. இங்க வந்து புரட்டாசி மாசம் வந்து நம்ம கிராண்டா செலிப்ரேட் பண்ணுவோம். திருப்பி அந்த கிருஷ்ண ஜெயந்தி அன்னைக்கு நம்ம இன்னும் கிராண்டா செலிப்ரேட் பண்ணுவோம். 1000 பீப்புள்ஸ் கிட்ட எல்லா சரௌண்டிங் பீப்புள்ஸ், சென்னை, கோயம்புத்தூர், பெங்களூர் சரௌண்டிங் கோல்பட்டி சுத்தி இருக்கு எல்லாமே இந்த ஃபங்க்ஷன் நிறைய பேர் அட்டெண்ட் பண்ணுவாங்க. நல்லா அடிபொலியா இருக்கும். திருச்சூர்ல நீங்க எப்படி பூர்ணம் வந்து நீங்க ஸ்பெஷல் பண்றீங்களோ அதே மாதிரி நாங்க எங்க கிராமத்துல வந்து கிருஷ்ண ஜெயந்திக்கு வந்து நாங்க சிறப்பா என்ஜாய் பண்ணுவோம். பசங்களாம் நிறைய பேர் இருப்பாங்க. ஜாலியா நைட்டு ஃபுல்லா என்ஜாய் பண்ணிட்டு ജാലി 2 നാൾ എൻജോയ് பண்ணுவோம். ഓ ശരി ശരി. അപ്പം ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കോവിലുണ്ട്. അവിടുത്തെ സെലിബ്രേഷൻസ് ഭയങ്കര അടിപൊളിയാണെന്നാ പറയുന്നത്. அந்த கோவில் பாத்தீங்கன்னா நான் வந்து ஃப்ரண்ட்ல சொல்லிடுறேன். அந்த கோவில் வந்து கிறிஸ்தவ கோவில். நம்ம போய் முன்ன போய் vlog எடுத்துக்கலாம் போயிட்டு. ஓகே. இப்போ இனிமேல் என்ன ஊர் வந்து கேரளம். என்ன நாட்டு வந்து என்ன நாட்டு கேரளம். என்ன பேர் வந்து മണിമേനൻ. അപ്പതാ നമ്മൾ ഈ നാടിന്റെ വിശേഷങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത്. തുടർച്ചയായിട്ടുള്ള നമ്മുടെ വീഡിയോസിലെല്ലാം ഇവരെ പറ്റിയിട്ട്, ഈ നാടിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കേ. നോക്കിയേ, അടിപൊളിയായിട്ടില്ലേ? ഇതൊക്കെ കുഞ്ഞതാട്ടോ, ഇതൊക്കെ ഒരുപാട് ഇനി വളരാൻ വേണ്ടിയുണ്ട്. പക്ഷെ ഇപ്പുറത്തേക്കുന്നത് നോക്കിയത് അത്യാവശ്യം നല്ലപോലെ വളർന്നതേ. നോക്കിയേ, ഇങ്ങനെ ഇത് നമുക്ക് കളഞ്ഞു. ஃபர்ஸ்ட் டைப் கண்டிஷன் இப்பதான் வந்து பூவா இருக்குது. செகண்ட் டைப் கண்டிஷன் லேட் கொஞ்சம் வந்து ட்ரை கண்டிஷன் வந்துருச்சு. தேர்ட் கண்டிஷன் வந்து ஃபுல்லாவே ட்ரை ஆயிடுச்சுன்னா இந்த மாதிரி கீழே கவுந்துரும். ஓகே ஓகே ஓகே. எவ்வளவு நாள் எடுக்கும் இந்த மாதிரி? ഒരു 2 monthsക്കുள்ள முடிச்சிடலாம். 2 months അല്ലേ? ഓക്കെ ഓക്കെ. അന്നേരം ഒന്നും കൂടെ ഞാൻ ഒരു കാര്യം പറയുവാണ്. ഇത് കണക്കുള്ള 4 കിലോ സീഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1 ലിറ്റർ സൺഫ്ലവർ ഓയിൽ എടുത്തുള്ളൂ. അന്നേരം നമ്മൾ കഴിക്കുന്ന ഓയിൽ എത്രമാത്രം ക്വാളിറ്റി ഉള്ളതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. இது பியூர் சன்ஃப்ளவர் ஆயிலா கிடைக்கும். ஷாப்ல வந்து வாங்கும்போது பாத்தீங்கன்னா பாம் ஆயில் அண்ட் சன்ஃப்ளவர் மிக்சிங்ல வரும். அது வந்து 180 குரூட் ஆயில் மிக்ஸ் பண்ணி தான் பாக்கெட் போடுறாங்க. பாக்கெட் போடும்போது 180 ரூபீஸ் அது. ക്രൂഡ് ഓയിൽ മീൻസ് ഭൂമിക്കടിയിൽ കിടക്കുന്നത്. அத மிக்ஸ் பண்றது பாம் ஆயில் தான் மிக்ஸ் பண்ணது. பாம் ஆயில் ரேட் கூட குரூட் ஆயில் என்ன ரேட் தெரியுமா? எதுவுமே கிடையாது, வாடை கிடையாது, சுமல் கிடையாது, கண்ணாடியா இருக்கும். அதுவும் சன்ஃப்ளவர் கொஞ்சம் மிக்ஸ் பண்ணனா அந்த லோ பிரைஸ் ரேட் கொடுக்குறாங்க. இப்போ நம்ம வந்து பியூரா எடுக்கணும்னா இந்த ரேட்டு தான் இருக்கும். 250 പ്യൂർ ലിറ്റർ கிடைக்கும் നമുക്ക്. നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നമായ ക്രൂഡ് ഓയിൽ ഉണ്ടല്ലേ, അത് പ്യൂരിഫൈ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ദ്രാവകമുണ്ട് എന്ന് വെച്ചാൽ സ്മെല്ലോ ഒന്നും കാണില്ല. അത് ഈ പറഞ്ഞ സൺഫ്ലവർ ഓയിലിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് തരുന്ന പറയുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കുവോ? எல்லா ஆயிலும் மிக்ஸ் பண்றது, நல்லெண்ணெய், கடலெண்ணெய் எல்லாத்துலயும் மிக்ஸ் பண்ணுவாங்க குரூட் ஆயில். நம்ம வந்து சொந்தமா நம்ம ஓனா எடுத்து பண்ணும்போது, இப்போ தேங்காய் பார்த்தீங்கன்னா நம்ம ஓனா எடுத்து பண்ணோம்னா நமக்கு பியூரா கிடைக்கும். அதே மாதிரி நம்ம இதுவும் எடுத்து சொந்தம் ஓனா பண்ணோம்னா நமக்கு பியூர் ஆயிலா கிடைக்கும். இப்போ நம்ம கடைக்கு போய் வாங்கினோம்னா அது எப்படியும் 100% வந்து மிக்சிங் தான் வரும். ஏன்னா அந்த லோ பிரைஸ் கொடுக்கும்போது என்ன தெரியுமா, சுமல் இருக்காது, கண்ணாடியா இருக்கும். கண்ணாடியா இருக்குல்ல, கலர் வந்து எதுக்கும் சேஞ்ச் ஆகும். ഇതെന്താ ഓയിൽ എന്നാ വില? 1 ലിറ്റർ 180 കടയിൽ വാങ്ങണ നമ്മൾ 180 രൂപ വരുന്നത്. 180 180 രൂപയുള്ള കടയിൽ പോയി നമ്മൾ 1 ലിറ്റർ ഓയിൽ മേടിക്കുവാണെങ്കിൽ, ഞാൻ നേരത്തെ ഒന്നുകൂടെ പറയുകയാണ്, 4 കിലോ സീഡ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 1 ലിറ്റർ
ഓയിൽ കിട്ടത്തുള്ളൂ. അന്നേരം ബാക്കി ക്രൂഡ് ഓയിൽ തന്നെ ചേർക്കുക, അല്ല വേറെന്താ, അല്ല ഇത്രയും ഇങ്ങനെ തരാൻ കഴിയുന്നു. ഓക്കെ, അന്നേരം പുതിയൊരു അറിവാണ്. ഓക്കെ, നല്ല രസമുണ്ടല്ലേ ചവിട്ടാ അല്ലേ? ഭയങ്കര ചൂടായിട്ടിരിക്കുക. ചൂട് അത് വെയിലത്തിട്ട് ഉണക്കായിട്ടേക്കുമല്ലേ? നമ്മളെ കേരളത്തിലാണ് ഇത് പറഞ്ഞ ടാറ് മിക്സ് ചെയ്തിട്ടിരിക്കുന്ന സംഭവം എന്ന് വിചാരിക്കില്ലേ? പക്ഷെ ഇവിടെ ചൂടാ. ബോർഡാ. ഓക്കെ ഓക്കെ. ഇവിടുത്തെ ക്ഷേത്രമാണ്. ഇവിടെ അമ്പലം അല്ലേ? ഇത് അമ്പലമാണോ? നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എല്ലാം ഇങ്ങനെ അങ്ങ് ഇട്ടേക്കുവാ, ഫുൾ ഇങ്ങനെ ഇട്ടേക്കുവാ. ആണല്ലേ? നമുക്ക് ഞാൻ അതിൽ കൂടെ നടക്കുന്നത്. ഇത് ഞാൻ വാങ്ങി കഴിക്കുന്നുണ്ട്. സീഡുകളില്ലേ, നമ്മള് സീഡുകളായിട്ട് വാങ്ങിച്ച് കഴിക്കത്തില്ലേ, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ഇത് ഞാൻ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇവിടെ രാത്രി ഇന്നലെ രാത്രി കൊണ്ടിട്ടേ കേട്ടോ. രാത്രി സമയങ്ങളിൽ മാത്രമേ ഇത് കൃഷി പാടത്ത് അവര് വിളക്ക് കൊയ്ത് കൊണ്ടുവരത്തുള്ളൂ. അല്ലെങ്കിൽ പകൽ സമയമാകുമ്പോൾ ഇത് പൊട്ടിപ്പോകുന്നാ പറയുന്നത്. അന്നേരം സൺഫ്ലവർ സീഡിന്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ஆனா இந்த கிராமத்தோட நேம் என்ன? இந்த கிராமத்தோட நேம் பார்த்தீங்கன்னா தூத்துக்குடி டிஸ்ட்ரிக்ட்ல இருக்குது கைத்தாள் தாலுகா கழுமொழி பக்கத்துல ബാലകൃഷ്ണ ഗ്രാമം இருக்குது. ബാലകൃഷ്ണ ഗ്രാമം തൂത്തുക്കുടി ജില്ലയിലാണ് കേട്ടോ. ബാലകൃഷ്ണ ഗ്രാമം. അവിടെ വന്നപ്പോൾ ഇവിടെ കണ്ട ഈ പറയുന്ന സൂര്യാന്തി പാടമൊക്കെ കാണാൻ കേട്ടോ. ഒരുപാടുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ മാക്സിമം ഈ വീഡിയോക്കകത്ത് കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇങ്ങനൊരു കാഴ്ച വളരെ കുറവായിരിക്കും കാണാം. നമ്മളെ കേരളത്തിൽ തന്നെ കാണാനില്ല. ഇവിടെ വന്ന ഇത് മാത്രമല്ല, നമ്മളെ ചോളമുണ്ട്, ചോളം നമ്മൾ കഴിക്കുന്ന ചോളമുണ്ട്. അതും ഇവിടെ കൃഷി നല്ല വ്യാപകമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതാണ് സൂര്യകാന്തി. ഉൾഗ്രാമങ്ങളിലോട്ട് പോയാലേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയത്തുള്ളൂ കേട്ടോ. ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുവാണ്. സൺഫ്ലവർ എക്സ്പ്ലെയിൻ பண்ணுவாரு. ഓക്കെ, അല്ല സോനു കുഴപ്പമില്ല. இது சூரியகாந்தி எக்ஸ்பிளைன் பண்ணுறேன். சூரியகாந்தி பற்றி எட்ட வச்சு எக்ஸ்பிளைன் பண்ணுறேன். சூரியகாந்தி வந்து விதைக்கணும். ஃபஸ்ட்டு விதைச்சி ஒரு மருந்தடிக்கணும். மருந்தடிக்கணுமா? மருந்தடிச்ச உடனே அப்படியே அறுவடை. எத்தனை நாள் எடுக்கும் இந்த மாதிரி சூரியகாந்தி சீடாகி மாற? இது வந்து குறைஞ்சது 65 நாள் 70 நாள். 65-70 நாள் எடுக்கும் இல்லையா? இந்த சீடே 70 நாள் விதைச்சால் കിളിക്കുമോ? മുളയ്ക്കുമോ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ സീഡ് കൊണ്ടിട്ട് നമുക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ കിളിക്കുമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം ഇവിടെ ഫുള്ള് ഞങ്ങളുടെ സീഡാണ് കേട്ടോ. ഇവിടെ തന്നെ ഇത് ആട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ ശ്രമിക്കാമായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ ബാക്കി ഭാഗം, കാരണം നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് സൂര്യകാന്തി പാടം ഉണ്ടായിരുന്നു. പറ്റുമെങ്കിൽ അവിടെയും കൂടെ കയറി നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. അന്നേരം ഏകദേശം എനിക്ക് തോന്നുന്നു ട്രാക്ടറിനകത്ത് രാത്രിയില്ല അത് ഇവിടെ കൊണ്ട് ഇടുന്നത്. ഇപ്പോൾ ട്രാക്ടർ വന്നുണ്ടോ? അതാണെങ്കിൽ ട്രാക്ടറിനകത്താണ് നിറച്ച് ഇവിടെ കൊണ്ട് തട്ടിയിടുന്ന രാത്രി കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഉൾപ്പെടുന്നതായിരിക്കും. ഈ വന്ന് വീഴുന്നില്ലേ, എന്താ പറയുക, സൺഫ്ലവറിന്റെ സീഡാണ് ഈ വന്ന് വീഴുന്നത് ടിപ്പറിനകത്ത്. നമുക്ക് നാളെ രാവിലെ കാണാൻ പറ്റും. സൺഫ്ലവറിന്റെ സീഡ് ടിപ്പറിനകത്തോണ്ട് നമ്മൾ മണ്ണടിക്കുന്നതൊക്കെ ഇടുന്നത്. ഇതിപ്പം കൊണ്ടുവന്ന് തട്ടിയിട്ട സീഡാണ് കേട്ടോ. സൺഫ്ലവറിന്റെ സീഡാണ്. കരിമണലാന്ന് വിചാരിക്കും. കരിമണലല്ല, സൺഫ്ലവറിന്റെ സീഡാണ് ഈ കിടക്കുന്നത്. ഈ ടിപ്പർ പോലുള്ള ഈ ട്രാക്ടറിൽ കൊണ്ടുവന്ന് തട്ടിയിട്ടാണ്, ടിപ്പ് ചെയ്തിട്ടാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ മണലും എംസാന്റെ കൊണ്ടിട്ട് നടക്ക് കൊണ്ട് ഇട്ടിട്ട് പോകാൻ പോവുകയാണ്. ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നാളെ പകൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓ, നല്ലൊരു സൂര്യൻ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ടോ. അതുകൊണ്ട് എല്ലാം അങ്ങോട്ടാണ്. வந்து எங்க ரைஸ் ஆகுதோ அதை பார்த்து சூரியகாந்தி சன்ஃப்ளவர் இருக்கும். ஓகே, ஹெட் வந்து அதை பார்த்தா இருக்கும். ஓகே, மார்னிங் வந்து சன்ரைஸ் வந்து நம்ம இந்த சைடு தான் இருக்குது, ஈஸ்ட் சைடு. ஸோ எல்லா பூ வந்து ஈஸ்ட் സൈഡ് பார்த்தா இருக்கும். ഓക്കെ ഓക്കെ ഓക്കെ. അത് പേര് സൺഫ്ലവർ. സൺഫ്ലവർ അതെ. രാത്രി ആകുമ്പോഴത് അല്ല, രാത്രിയില്ല സോറി, വൈകുന്നേരം ആകുമ്പോഴത് ഓപ്പോസിറ്റ് സൈഡാവും, ആ സൈഡിലോട്ട് പോകും. പക്ഷെ കണ്ടോ, കണ്ണെത്താ ദൂരത്തോളം അങ്ങ് സൺഫ്ലവർ നമ്മളെ ഈ പാടം കേട്ടോ, അങ്ങ് കിടക്കും കേട്ടോ. അപ്പോൾ അങ്ങ് കിടക്കുവാണ്. അവിടെ വരെ പോകാന്ന് പറഞ്ഞാൽ പാടുള്ള കാര്യമാണ്. ഞാൻ നേരത്തെ പറയണ അങ്ങനെ ഇത് വിളവെടുക്കുന്നു. ഈ 2 മാസം കഴിഞ്ഞ് പൂർണ്ണമായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ 2 മാസം ഇത് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പം രാത്രി സമയങ്ങളിൽ മാത്രമേ ഇത് പൂക്കൾ കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ ഈ കാണുന്ന സീഡിനെ വേർതിരിക്കാറുള്ളൂ. കാരണം വെച്ചാൽ ഇത് സീഡ് മെഷീനകത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇത് പൊട്ടി നമ്മളല്ലേ പടക്കം എന്ന് പറഞ്ഞില്ലേ ബിനീഷ, നമ്മളെ വെള്ളം തൊട്ട് പൊട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതേയാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. நைட் மாத்திரம் கட் பண்ணுவாங்க. நைட்டு 10 o'clock வந்து ஏர்லி மார்னிங் 5 o'clock கட் பண்ணுவாங்க. டே டைம்ல வந்து இந்த சம்மர் டைம்ல வந்து கட் பண்ணவே மாட்டாங்க. சீட்ஸ் எல்லாம் வந்து எல்லாமே broken ஆயிடும். broken ஆனா மிஷின்ல வந்து கீழே விழுந்துரும், வேஸ்டேஜ் ஆயிரும். ஸோ நைட் டைம் வந்து வெட் கண்டிஷன்ல இருக்கும். பூவெல்லாம் வெட் கண்டிஷன் இருக்கும்போது இந்த மிஸ்ட் எல்லாம் விழுந்து வெட் கண்டிஷன்ல இருக்கும்போது நைட் டைம்ல கட் பண்ணுவாங்க. அதனால உங்களுக்கு அப்போ வந்து மிஷின் கட் பண்ணும்போது சீட்ஸ் வந்து எதுவுமே broken ஆகாது. அப்படியே நமக்கு வந்து broken ஆகாம அப்படியே ஃப்ரெஷ்ஷாக கிடைக்காது. ഓക്കെ 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 ഓക്കെ. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയാലോ? പോട്ടെ, എന്താ വഴി പോ. அப்படியே capture பண்ணுவோம். ഓ, ഇത് ഇവിടെ നിൽക്കുമ്പോഴേ ഒരു ട്രെയിൻ
സൺഫ്ലവർ ഗാർഡൻ. അതെ, ട്രെയിൻ വരുന്നൊരു കാഴ്ച ഇപ്പം കാണാൻ കഴിയും. ഈ സൺഫ്ലവർ തോട്ടത്തിന്റെ നടുക്കൂടെ ഒരു റെയിൽവേ പാളമാണ് കേട്ടോ. ആ പാളമാണ് കാണുന്നത്. ഇപ്പം ട്രെയിൻ വരും. ആ ഒരു കാഴ്ച ഇപ്പം കാണാം. അത് രസകരമായ കാഴ്ച കേട്ടോ. ഈ ട്രെയിന് ഗുരുവായൂർ ടു ചെന്നൈ പോകുന്ന വണ്ടി. ചെന്നൈ പോற വണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ബിനീഷ എന്താ ഇതോടെ സീഡ് തിന്നുവാ? തിങ്ങോ? ഓ നല്ല വാരി തിങ്ങി പെട്ടെന്നാട്ട്. എന്റെ ഊര് എന്റെ നാട് കേരളം. എന്റെ പേര് മണിച്ചേട്ടൻ. നമ്മൾ തമിഴ്നാട് യാത്ര ചെയ്യുമ്പോ ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ലല്ലേ? ഇങ്ങനൊരു കാഴ്ച കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തോട്ടം കണ്ടു, പക്ഷെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം നമുക്ക് അവിടെ ഒരു ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് എവിടെ നിൽക്കുമെന്ന് അറിയാം. അവന്റെ കയ്യെക്കാട്ടി വലുതാട്ടോ. കണ്ടോ, നല്ല രസമുണ്ടല്ലേ? ഇത്രയും സീഡാട്ടോ, ഫുള്ള് സീഡാട്ടോ. ഇതിനകത്തെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. ബാ നമുക്ക് നോക്കൂ. ഇത് എത്ര ഒരുപാട് ഏക്കർ ഉണ്ടാവും? இது எப்படி ஒரு 5-6 ஏக்கர் இருக்கும். 5-6 இருக்குதா? 10 ஏக்கர் மேலே இருக்கும். 10 ഏക്കർ മേലെ ഇരിക്കും. 10 ഏക്കറിൽ കൂടുതലുണ്ടെന്നാ പറഞ്ഞത്. ഈ 10 ഏക്കർ നിറച്ച് സൂര്യകാന്തിയാണ്. ഫുള്ള് സൂര്യകാന്തി ചെടികളാണ് കേട്ടോ. സൂര്യകാന്തി പൂവായി കണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വലിപ്പമുള്ള പൂക്കളാണ്. പക്ഷെ ഈ സമയത്ത് ഞാൻ നേരത്തെ വന്നോട്ട് പറയുകയാണ്, ഈ സമയത്ത് അവർക്ക് വിളവെടുക്കാൻ പറ്റത്തില്ല. എടുക്കുന്നവർ രാത്രി സമയമാണ് മെഷീൻ കയറ്റി ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അന്നേരം ഇദ്ദേഹമാണ് നമ്മളിവിടെ കൊണ്ട് നമ്മളെ മണിച്ചേട്ടനെ അറിയില്ല, കഴിഞ്ഞ വീഡിയോയിലെല്ലാം വന്നാണ് മണിച്ചേട്ടനെ വിളിച്ച് നമ്മൾ ഡ്രോണിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അന്ന് കണ്ട് പരിചയപ്പെട്ടാണ്. ഇടയ്ക്കിട്ട് ഞങ്ങളെ സംസാരിച്ച് വാ 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 എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ വന്ന് കണ്ട് പിന്നെയും പരിചയപ്പെട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് പല പല സ്ഥലങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതെ, കൊള്ളല്ലേ? നമ്മൾ കൊറേ സ്ഥലം കണ്ടല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെ. നല്ല എല്ലാം നല്ല പുതിയ പുതിയ. രാവിലെ പൊങ്കൽ കണ്ടായിരുന്നു. അതും നല്ലായിരുന്നു. ഫസ്റ്റ് ടൈം ആണ് ഒരു പൊങ്കൽ കഴിക്കുന്നത്. കാരണം തമിഴ്നാട് നമ്മൾ അത്രയും ട്രിപ്പ് ചെയ്തെങ്കിലും പൊങ്കൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. നോർമലി ഉള്ള ഫുഡുകളൊക്കെ ആയിരുന്നു നമ്മൾ കഴിക്കുന്നത്. ഇലയിട്ട് പൊങ്കൽ വിളമ്പി, സാമ്പാർ, അതിനകത്ത് ചട്നി, ചമ്മന്തി, പിന്നെ നെയ്യ്, പിന്നെ ഒരു സ്വീറ്റ് എല്ലാം കൂടെ ചേർത്ത് ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ അമ്മ നമുക്ക് രാവിലെ ആഹാരം. അത് നല്ലായിരുന്നു. നമ്മള് ഇപ്പം എനിക്കത് ഡിഫറെന്റ് ആയിട്ടാ തോന്നിയേ. പക്ഷെ നമ്മൾ ഉഴുന്ന് പരിപ്പ് വെച്ചിട്ട് കറി കഴിക്കത്തില്ല. എനിക്ക് ആ ഒരു ഫീൽ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. ഓക്കെ, എന്നിട്ട് നമ്മൾ അടുത്ത സൂര്യകാന്തി പാടം വേറെ നോക്കി പോവുകയാണ് കേട്ടോ. കാരണം ഇതിപ്പം നിലവിൽ പൂക്കൾ കൊഴിഞ്ഞു തുടങ്ങി, ഇത് ഉണങ്ങി തുടങ്ങുന്നുള്ളൂ. അപ്പം നല്ല ഉണക്കായ പാടം വേറെയുണ്ട്. അത് പറ്റിയെങ്കിൽ കവർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുള്ളാണ് കേട്ടോ. ഈ ഭാഗത്ത് എല്ലാം സൂര്യകാന്തി പാടമാണ് കേട്ടോ. മൊത്തം സൂര്യകാന്തിയാണ്. നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴേ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങി നിൽക്കുന്നുണ്ട്. നമുക്ക് അത് പറ്റുമെങ്കിൽ കവർ ചെയ്യാൻ നോക്കാം. കാരണം ഇദ്ദേഹത്തിന് പരിചയമുള്ള പാടമല്ല ഇത്. നമ്മൾ ഇദ്ദേഹത്തെ ഈ നമ്മളെ കൂടെ ഒന്ന് മണിച്ചേട്ടനെ അറിയുന്നതാണ് ഈ കാണുന്നതൊക്കെ. അതുകൊണ്ടാണ് ഇവിടെ കയറാൻ പറ്റിയത്. ഹായ് ഫ്രണ്ട്സ്, കേട്ടോ ഞങ്ങൾ കുറേ കൂടെ ഓടി ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ സൂര്യകാന്തി പാടമാണ്. പറഞ്ഞ് വിശ്വസിക്കുമോ? ഇല്ല, പൂക്കളെല്ലാം ഉണങ്ങി തുടങ്ങി, ഡ്രൈ ആയി തുടങ്ങി. ഇതെന്തായാലും ഇപ്പം ഒരു ചിലപ്പോൾ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇത് കൊയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തെടുക്കും. ഇതെല്ലാം ഒരു മെഷീൻ ഇറക്കിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞു മെഷീൻ ഇറക്കിയാൽ ചെയ്യുന്നത്. അത് രാത്രി മാത്രമേ ചെയ്യത്തുള്ളൂ. കേട്ടോ, ഫുള്ളായിട്ട് ഉണങ്ങിയിരിക്കുന്നത് കണ്ടോ. സൂര്യകാന്തി ഫുൾ ഉണങ്ങി ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇതിനകത്ത് സീഡാണ് കണ്ടോ. സീഡ് ഏകദേശം എനിക്ക് ഒരു 1-1.5 ഏക്കറിനകത്ത് കാണും കേട്ടോ. ഇവിടെ എല്ലാം വ്യാപിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് നമ്മൾ പൂക്കളാവുന്ന സമയത്താണ് എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇതിപ്പം പൂക്കളല്ല, ഉണങ്ങി നമ്മൾ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള സൂര്യകാന്തി പൂവാണ് കേട്ടോ. അതിപ്പം വേണ്ട എപ്പടി സൂപ്പറല്ലേ. വേണ്ട ഇവിടെ മൊത്തം അതാണ് കേട്ടോ. അതുപോലെ വിൻഡ് വീല്, കാറ്റാടി, അവിടെ എല്ലാം കാണാൻ കഴിയും. അന്നേരം നിങ്ങൾക്ക് ഈ രസകരമായ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കുകയും ചെയ്തത്. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടതും പ്രതീക്ഷിക്കുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.